നമസ്കാരം. പുതുതായി ആരംഭിച്ച KSRTC ബസ് സർവീസിന്റെ അവകാശ തർക്കത്തെ തുടർന്ന് മൂവാറ്റുപുഴയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. മാത്യു കുഴൽനാടൻ MLA സർവീസ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ചിത്രങ്ങളുള്ള ബാനർ UDF പ്രവർത്തകർ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. മൂവാറ്റുപുഴ കല്ലൂർക്കാട്ട് തൊടുപുഴ റൂട്ടിൽ KSRTC ആദ്യമായി ആരംഭിച്ച ഈ സർവീസ് വീതി കൂട്ടി പുതുക്കി പണിത മൂവാറ്റുപുഴ തേനി അന്തർ സംസ്ഥാന പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ റൂട്ടിൽ ഒരു ബസ് സർവീസ് വേണമെന്ന ഏറെക്കാലത്തെ ആവശ്യത്തെ തുടർന്നാണ് KSRTC ഈ റൂട്ടിൽ സർവീസ് ആരംഭിച്ചത്. ഇന്ന് രാവിലെ മാത്യു കുഴൽനാടൻ MLA മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജിലേക്കുള്ള സർവീസ് ഉദ്ഘാടനം ചെയ്യുകയും അതേ ബസ്സിൽ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. രാവിലെ 11 മണിയോടെ രണ്ടാർകാനം കവലയിൽ വെച്ച് LDF പ്രവർത്തകർ ബസ്സിന് സ്വീകരണം നൽകി. ഈ ചടങ്ങിൽ MLAയും അൽ-അസർ മെഡിക്കൽ കോളേജ് പ്രതിനിധികളും പ്രസംഗിച്ചു. സ്വീകരണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ചിത്രങ്ങളടങ്ങിയ ബാനർ LDF പ്രവർത്തകർ ബസ്സിന് മുന്നിൽ സ്ഥാപിച്ചു. ബസ് രണ്ടാർകോട്ടപ്പുറം കവലയിലെത്തിയപ്പോൾ UDF പ്രവർത്തകർ തടയുകയും ബാനർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി LDF പ്രവർത്തകർ ആരോപിച്ചു. ഇതേ തുടർന്ന് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് MLAയ്ക്ക് മാത്രം ലഭിക്കണമെന്ന വാശിയും രാഷ്ട്രീയ വൈരാഗ്യവുമാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ചിത്രങ്ങളുള്ള ബാനർ നശിപ്പിക്കാൻ കാരണമെന്നാണ് CPM ആരോപിക്കുന്നത്. എന്നാൽ ബസിന്റെ എയർ ഹോളുകൾ മറയ്ക്കുന്ന രീതിയിൽ ബാനർ കെട്ടിയത് ബസ്സിന് തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ജീവനക്കാർ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ബാനർ മാറ്റിയതെന്നാണ് UDF പ്രവർത്തകർ വാദിക്കുന്നത്. അതേസമയം ഇത് CPMന്റെ രാഷ്ട്രീയ അല്പത്തരമാണെന്ന് മാത്യു കുഴൽനാടൻ MLA കുറ്റപ്പെടുത്തി. കുഴൽനാടൻ്റെ പോസ്റ്റിങ്ങിനെ മൂവാറ്റുപുഴയിൽ CPMന്റെ കലാപരിപാടികൾ തുടരുന്നു. രാഷ്ട്രീയ അല്പത്തരത്തിനും ഒരു പരിധിയില്ലേ? ആദ്യമായി അനുവദിച്ച ഒരു ഗ്രാമീണ റൂട്ടിലൂടെയുള്ള KSRTC ബസിന്റെ കന്നി യാത്രയിൽ ഞാനും മറ്റ് ജനപ്രതിനിധികളും പങ്കാളികളായി. ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. എന്നാൽ 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബസ്സിന് CPMന്റെ വക സ്വീകരണം. പിണറായി വിജയനും ഗതാഗത മന്ത്രിക്കും അഭിവാദ്യം അർപ്പണം അനുമോദിച്ച് ഞാനും 2 വാക്ക് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ബസ്സിന് മുന്നിൽ ബാനറിനെ ചൊല്ലി തർക്കം, ഉന്തും തള്ളും. എന്നാൽ വണ്ടി പോകേണ്ട, തടഞ്ഞിടുമെന്നാണ് CPM. എന്തൊക്കെ നാടകമാണിത്? ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവർക്ക് വേണ്ടി തുടങ്ങുന്ന ഒരു KSRTC സർവീസിന്റെ ആദ്യ ട്രിപ്പിന്റെ അവസ്ഥയാണിത്. മൂവാറ്റുപുഴയിൽ മാത്രമാണോ ഇങ്ങനെയെന്നും അദ്ദേഹം പോസ്റ്റിൽ ചോദിക്കുന്നു.